വാവ്, എന്തൊരു നല്ലൊരു അന്തരീക്ഷം. ആശാനെ, പടം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. അടിപൊളി. ശരിക്കോടാ. ഓക്കെ. ഈ ഭാഗത്ത് കുറച്ച് അലങ്കാര സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പ്ലാസ്റ്റിക് സംബന്ധമായ സാധനങ്ങൾ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് സീസണൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കംപ്ലീറ്റായി. ഇനി കുറച്ച് ഭാഗം കൂടെ കംപ്ലീറ്റ് ആകാനുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ വ്ലോഗിൽ ഞാൻ വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് കുറച്ച് അലങ്കാര സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പ്ലാസ്റ്റിക് സംബന്ധമായ സാധനങ്ങൾ, കുറച്ച് പേപ്പർ സ്റ്റാറുകൾ, ഒട്ടിക്കാനുള്ള പേപ്പർ, അങ്ങനെയുള്ളത് ഇത് വെച്ചിട്ട് അലങ്കരിക്കുകയാണ്. 8 hours later. ഹലോ ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊടിയത്തൂർ കോളപ്പുറയിലുള്ള ഒരു പാലത്തിലാണ്. പാലത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നല്ല വെയിലായിപ്പോയി, അതുകൊണ്ടാണ് ഒരു ഭംഗിയ കാഴ്ച. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഇവിടുത്തെ വിഷ്വൽസ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോകണം. ഇപ്പോൾ ഇപ്പുറത്തെ റെഡ് സിഗ്നൽ തെളിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കണം. ആ ഒരു സിസ്റ്റമാണ് ഇവിടെ. അതുകൊണ്ട് ഒരേ സമയത്ത് ഒരുപാട് ഭാരവണ്ടികളൊന്നും കയറ്റി വിടില്ല ഈ പാലത്തെ കൂടെ. അതിമനോഹരമായ ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത്, ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗം ഇരവിഴ പൂഞ്ചിറയാണ്. നമ്മളിതിനു മുമ്പ് അതിനെപ്പറ്റി വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ പാലത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗം. ഇവിടെ ഒരു ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വാവ്, എന്തൊരു നല്ലൊരു അന്തരീക്ഷം. ആ ഒരു പാലത്തിൻ്റെ അടിയിലത്തെ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ ഇറങ്ങിയ പുഷ്പ 2 ദി റൂൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കാണാൻ പോയിരുന്നു.
അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നിങ്ങൾ കണ്ടിട്ട് വാ. അതിനുശേഷം നമുക്ക് ഈ പുൽക്കൂട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡാൻസോടെ കോളൊക്കെ വന്നിട്ടില്ലല്ലോ ഇവിടെ ഫ്ലെക്സ്. ആശാനെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫ് അടിപൊളി. ശരിപ്പോടാ. ഓക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഈ വർഷത്തെ പുൽക്കൂട് ക്രിസ്മസ് ട്രീയും. എങ്ങനെയുണ്ട്? ഇത് കൊള്ളാവോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക.